ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് തന്നെ ഒരു അൺബോക്സിങ്ങിലൂടെ തന്നെ നമ്മൾ തുടങ്ങുന്നത് അപ്പു ആരെയും കൂടെ കാശിക്കുട്ടന് കൊടുത്തിട്ടുള്ളത് നമ്മൾ കിച്ചുട്ടൻ്റെ വക കാശിക്കുട്ടനുള്ള ഗിഫ്റ്റാണിത്. അപ്പോൾ കിച്ചുവിനും കാശിക്കും ഒരുപോലത്തെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് കിച്ചുട്ടൻ്റെ കാതുകുത്താണ് കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സ് ഇട്ടിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു അൺബോക്സിങ് നടന്നത് രാവിലെ തന്നെ. ബാക്കി ഗിഫ്റ്റ് ഒന്നും നമ്മൾ ഇതുവരെ പൊളിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ വേണമെന്നൊക്കെ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് വഴിയേ അത് ഇടാം. കാശിൻ്റെ നൂലുകെട്ടിന് തൊട്ട് പിറ്റേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ ഇത്. അന്നാണ് നമ്മുടെ കിച്ചുട്ടന് കാതുകുത്തിയത്. തുമ്പീൻ്റെ കയ്യിൽ നമ്മൾ തൊടരുത്, എന്തിന് പറ്റിയ കൈക്കല്ല മറ്റേ കയ്യിൽ പോലും നമ്മൾ തൊടാൻ പാടില്ല കേട്ടോ. അതൊക്കെയാണ് ഇപ്പോഴത്തെ നിബന്ധനകൾ. പിന്നെ നമ്മുടെ കാശിക്ക് പെസിഫയർ എപ്പോഴൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ആരോ എന്നോട് ചോദിച്ചു, ഒരു 1-2 കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വല്ലപ്പോഴാണ് യൂസ് ചെയ്തത്. യൂസ് ചെയ്തുകൊണ്ട് വല്ലാത്ത വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. സ്ഥിരമായി യൂസ് ചെയ്യരുത്, 6 months എബോവ് യൂസ് ചെയ്യരുത് എന്നൊക്കെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളിതാ ജ്വല്ലറിയിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ കാശി കിച്ചുക്ക് എപ്പോഴും മാറിപ്പോട്ടോ. കിച്ചുട്ടിനെ കാതുകുത്ത് അമ്മമ്മയുടെ വകയാണ് കേട്ടോ. അമ്മമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു നമുക്ക് കിച്ചുട്ടിന് കാതുകുത്താന്നുള്ളത്. പിന്നെ തുമ്പമ്മയ്ക്ക് എനിക്ക് തോന്നുന്നു 56 ആകുമ്പോഴാണ് തുമ്പിക്ക് കാതുകുത്തിയിട്ടുണ്ടായിരുന്നത്. അല്ലൂസ് കുറച്ചുകൂടെ വലിയ കുട്ടിയായതിനു ശേഷമാണ് കേട്ടോ കുത്തിയത്. ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലേ കുത്തുന്നതാണ് നല്ലത്. അതാകുമ്പോൾ അധികം വേദന അവരറിയില്ല. പിന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ ആചാരമാണോ അങ്ങനെയൊക്കെ കുറേ കമൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കുത്താൻ ഇഷ്ടമുള്ളവർക്ക് കുത്താം. ഞാനും എന്തായാലും കാശിക്കും കുത്തും. എപ്പോഴാണെന്നുള്ളതൊന്നും തീരുമാനിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ കിച്ചും കാശിക്കും മാറി മാറി പോടും മക്കളെ. അപ്പം കിച്ചൂട്ടനെ നമ്മളിതാ ഇരുത്തിയിട്ടുണ്ട്. ആദ്യം മാർക്കൊക്കെ ചെയ്ത് കുത്താൻ പോയപാട് മൂപ്പര് കുത്തുന്നതിന് മുമ്പേ കരച്ചിൽ തുടങ്ങിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് എന്തോ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരൊറ്റ കുത്തായിരുന്നു. എൻ്റെ പൊന്നേ, എനിക്കിടല്ലോ ഇവരെ ഈ കുത്തി കഴിഞ്ഞിട്ടുള്ള കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. കുത്തിനെ കാണാൻ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞങ്ങൾ നോക്കി നിന്നു. പിന്നെ ഇവിടെ കിച്ചൂട്ടൻ കണ്ടപ്പോൾ ആകെ എന്തോ ഒരു സങ്കടമായിപ്പോയി. ഹെയ്സൂനും കാത് കുത്തിയത് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ. ഹെയ്സൂന് കുത്തിയത്, ഇപ്പോൾ കിച്ചൂട്ടിന് കുത്തിയത്, ഇനിയിപ്പോൾ നമ്മൾ കാശിക്കാണെങ്കിലും കുത്തുമല്ലോ. അപ്പോൾ ഇത് നമ്മുടെ കെട്ടാങ്ങളുള്ള റിയോണ ഗോൾഡ് എന്നാണ് നമ്മൾ കുത്തിച്ചിട്ടുണ്ടായിരുന്നത്. കിച്ചൂട്ടന് കാത് കുത്തിയ സമയത്ത് ഞാൻ ആദ്യം നോക്കി അല്ലുവിൻ്റെ മുഖത്തേക്കാണ്. കാരണം അല്ലുവിന് ആകെ മൊത്തം ഒരു സങ്കടം തോന്നിയിട്ട് ആ സമയത്ത്. കുറച്ച് കഴിഞ്ഞ് ഒരിച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെല്ലാവരും ഓക്കെ കേട്ടോ. ഇവിടെ ഒരുത്തൻ അവൻ്റെ കിച്ചുചേട്ടൻ കരയുന്നൊന്നും കാശി അറിയുന്നില്ല. കാശി നല്ല ഉറക്കത്തിലാണ്. കിച്ചു ഇങ്ങനെ ഏങ്ങി കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പി പിന്നെ അത് അപ്പുറത്തിരിക്കുക. ആദ്യം കുത്തുന്ന കാണണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് കണ്ട് പിന്നെ അവിടെ പോയിരിക്കുന്നുണ്ട്. കിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ഓക്കെ ആയി കേട്ടോ. അതിൻ്റെ ഇടയിൽ കിച്ചുട്ടൻ എന്താന്ന് പറയില്ലേ, എന്തായിരുന്നു അമ്മയ്ക്ക് എന്തോ വേദന മകൾക്ക് വീണമായനാന്ന് പറഞ്ഞാൽ നമുക്ക് തിരുത്തി പറയാം. കിച്ചുട്ടന് കാതിൽ വേദന അപ്പച്ചിക്ക് വീഡിയോ എടുക്കലെന്ന് വേണമെങ്കിൽ നമുക്കിതിനെ മാറ്റി പറയാം. ജ്വല്ലറിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല, എനിക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം അവിടുത്തെ ലൈറ്റിങ്ങിനൊരു പ്രത്യേക ഭംഗിയുണ്ട് അല്ലേ. അതെന്താണ് ആ ട്രിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് നമ്മൾ ഗോൾഡ് ഇടുമ്പോഴും ഗോൾഡ് എടുക്കുമ്പോഴും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. വീട്ടിലെത്തിയാൽ അത്രയും ഒരു ഭംഗി കണ്ടോളണമെന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ തുണി ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ ആ ഒരു ലൈറ്റിന് പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇനി അതുപോലത്തെ ലൈറ്റ് വീട്ടിൽ സെറ്റ് ആക്കും. ഞാൻ പുതിയൊരു വീടൊക്കെ വെക്കട്ടെ. ആദ്യം നമ്മൾ വീടിന് തറ കെട്ടണം, അതിൻ്റെ മുമ്പേ സ്ഥലം വാങ്ങണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇതുകൊണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ കാശി ഓൾറെഡി ഉറക്കത്തിലാണ്. കിച്ചുട്ടനും ഉറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കാത് കുത്തുന്നൊക്കെ വേഗം കുത്തുന്നത് തന്നെയാണ് നല്ലതെന്നാണ് കേട്ടോ. കാരണം നമുക്ക് ആ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, ആ ഒരു കറക്റ്റ് ആ ഒരു പ്ലേസിൽ അവിടെ അധികം ഓവർ വേദന ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ അവരുടെ ചർമ്മം സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുത്തലും നടക്കും. കുറച്ചുകൂടെ കഴിയുമ്പോൾ പിള്ളേർ കൂടുതൽ വേദന അറിയുക ചെയ്യുക. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെറുപ്പത്തിലെ കുത്തുന്നതാണ് നല്ലത്. പിന്നെ ഇവിടെ ഗോൾഡ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മമ്മേൻ്റെ വകയാണ് കേട്ടോ വാവയ്ക്ക് കാതിലേക്കുള്ള കമ്മൽ. കാത് കുത്തിയതിൻ്റെ മധുര വിതരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ലഡുവൊക്കെ വാങ്ങിച്ചിട്ട് എല്ലാവരും പാടെ കഴിച്ചു. ഇന്ന് തന്നെ അവർ തിരിച്ചു പോകണം. ശരിക്കും പറഞ്ഞാൽ കാത് കുത്തിയിട്ടുണ്ടെങ്കിൽ പായസം വെക്കണം എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് പായസം വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ് മല്ലയ്യ, അപ്പൂന് അത്യാവശ്യമായിട്ട് തിരിച്ചു പോകേണ്ടിയിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും കഴിഞ്ഞില്ല. അച്ഛനും മോളും കൂടെ ഇവിടെ ഇരുന്ന് കഥ പറയാൻ കേട്ടോ. കാരണം ഒരു രോഗീനെ പരിചരിക്കുകയാണ് ഇവിടെ ചേട്ടൻ. ഇവളാണൊരു 1.5 രോഗിയാണ് അനു കേട്ടോ. അതിലേ പോയാലും ഇടയ്ക്ക് ഞാൻ കണ്ണാടിൻ്റെ മുമ്പിൽ വന്നിട്ട് ഒരു ക്ലിപ്പ് എടുത്തിട്ട് പോകും. എന്താണെന്നറിയില്ല, എന്തോ ഒരു രസം. അപ്പൊ നീ കുറച്ച് വിട്ട് കുത്തുന്നവൻ റെഡിയല്ലേ? ഇപ്പൊ പൊട്ടും. സിമ്പിൾ. അപ്പുറത്തെ പോയി തരാമല്ലോ. അങ്ങനെ മോന് കാത് കുത്തിയപ്പോൾ തന്നെ അച്ഛനും ഒന്ന് കാത് കുത്തി കമ്പനിക്ക്. ഇനിയിപ്പോൾ എന്തൊക്കെ കമ്പനിക്ക് ഇവൻ ചെയ്യുന്ന ദൈവത്തിന് അറിയാം. ഇവിടെ നമ്മുടെ ജമ്പനും തുമ്പനും കൂടെ കിടത്തി നമ്മളൊരു ഫോട്ടോ എടുക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. വീട്ടിൽ നിന്ന് എടുക്കാൻ നേരത്തെ ഞങ്ങൾ പറഞ്ഞു ജ്വല്ലറി പോയിട്ട് എടുക്കാം, അവിടെ നമ്മൾ നല്ല എന്താ പറയുക കളർ ഉണ്ടാവും, മീൻസ് ലൈറ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഇവരെ കിടത്തിയിട്ട് എടുക്കാൻ പറ്റുന്നൊരു സ്ഥലം കിട്ടണ്ടേ. അവസാനം അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടുന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തു. പിക്സ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണേ.
തലേന്നത്തെ പരിപാടി അതായത് നമ്മളെ കാശിക്കുട്ടനെ നൂലുകെട്ടിനോട് പ്രമാണിച്ച് എല്ലാവർക്കും നല്ല ക്ഷീണമായിരുന്നു രാവിലെ തന്നെ കേട്ടോ. അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കലൊക്കെ കുറച്ച് വൈകി ഉച്ചത്തേക്കുള്ളത് കേട്ടോ. രാവിലെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒക്കെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ ഇവർ ഇവിടുന്ന് നേരെ പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള റെസ്റ്റോറൻറ്റ് കയറി കേട്ടോ. ഇത് ബ്രോസ്റ്റാണ്, കെട്ടാങ്കൽ ബ്രോസ്റ്റ്. അങ്ങനെ നമ്മൾ അവിടെ കയറി. അപ്പോൾ ഇവരെല്ലാവരും മന്തി ലവേഴ്സാണ് ഗൈസ്. എനിക്കാണെങ്കിലുണ്ടല്ലോ മന്തി എന്താണെന്നറിയില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ എന്നെ പോലെ മന്തി ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ അവരെല്ലാവരും മന്തി ഓർഡർ ചെയ്ത് അല്ലൂസിനും തുമ്പിക്കും ബ്രോസ്റ്റ് വേണേന്ന് പറഞ്ഞിട്ട് ഒരു ബ്രോസ്റ്റ് ഓർഡർ ചെയ്ത് ഞാനൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. അതിപ്പോൾ കുറേ ആയിട്ട് എവിടെ പോയാലും ഫ്രൈഡ് റൈസ് കഴിക്കാൻ വല്ലാത്തൊരു ഇഷ്ടമാണ് എനിക്ക്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ വെയിറ്റ് ചെയ്യൽ വല്ലാത്തൊരവസ്ഥയല്ലേ, ഇത് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനെ കിട്ടിയല്ല. അവർക്ക് നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിക്കാനിരിക്കുകയാണ്. അല്ലൂസിൻ്റെ ഈ ആക്രാന്തൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവനങ്ങ് കഴിച്ചാൽ മറക്കുന്നു. പക്ഷേ ഇല്ല ഗൈസ്, ഇതൊക്കെ ഒരു ശുഷ്കാന്തിയാണ്. നിനക്കും ഇല്ലടെ ശുഷ്കാന്തി എന്ന് ചോദിച്ചാൽ ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഓർഡർ ചെയ്യാൻ വല്ലാതെ ഓർഡർ ചെയ്യും, ബാക്കിയൊക്കെ ഈ മനുഷ്യൻ കഴിക്കണം കേട്ടോ. അങ്ങനെയാണ് സാധാരണ ഞാനും. പക്ഷേ എനിക്കവർ കുറ്റം പറയാലോ. പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല, നല്ല തട്ടലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ചെറുതാ തിരിച്ചു പോകാൻ നിൽക്കണം. പോകുമ്പോഴേക്കും ആകെ എന്തോ ഒരു സങ്കടം കേട്ടോ. ഇനി എപ്പോഴാണ് കാണുകയെന്നറിയില്ല. ഒന്നാമത് ഇനി ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ട് അമ്മയൊക്കെ പോവും. പിന്നെ ഇതാ ഇവരും പോവുകയാണിപ്പോൾ. പിന്നെ എങ്ങനെയാണ് എല്ലാവരും പാടെ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇനി ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് വീടൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റും ഇല്ലേ. അപ്പോൾ എന്താ പറയുക, അല്ലാത്ത ഒരു സങ്കടം. പിന്നെ അവന് വേദനയായിട്ടും കൂടെ അല്ലേ പോണത്. അങ്ങനെ നമ്മുടെ ഷുട്ടുമണി തിരിച്ച് തൃശ്ശൂർക്ക് പോവുകയാണേ. അപ്പോൾ എനിക്ക് പേടിയുണ്ട് പിന്നെ കാതിന് തട്ടുമെന്ന്. പിന്നെ ഇടയ്ക്ക് എന്നെ മറന്നു കൂട്ടോ, കൈയൊക്കെ കൊണ്ടുപോയി തട്ടുകയൊക്കെ ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു കാറ് കയറി ഇരുന്നത് അവൻ യാത്ര പറച്ചിലാണ്. തുമ്പമ്മയും ആകെ സങ്കടത്തിലാണ് അനിയൻ പോകുന്നതിന്. അതിനേക്കാൾ സങ്കടം എനിക്ക് തോന്നിയത് അല്ലൂസിനാണ് കേട്ടോ. അല്ലൂസിന് ഈ കുട്ടികളെ പാമ്പർ ചെയ്യാൻ ഭയങ്കര ഒരു കഴിവാണ്. അത് അല്ലു ആയിക്കോട്ടെ, കിച്ചു ആയിക്കോട്ടെ, ഹേസൂനി ആയിക്കോട്ടെ, ഇനിയിപ്പോൾ കാശീനി ആയിക്കോട്ടെ, ഒക്കെ ഇച്ചിരിയെങ്കിലും അവൻ അടിപിടിക്കൽ തുമ്പീനെടുത്ത് മാത്രം. പക്ഷെ അവിടെയും ഭയങ്കര ഒരു സ്നേഹമാണ് കേട്ടോ. കണ്ടോ, അപ്പച്ചിൻ്റെ മുടിയൊക്കെ വലിച്ച് പറിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് പൈസേൻ്റെ മുടിയാടാ പിടിച്ച് വലിക്കല്ലേന്ന്. ഇത് പിന്നെ നമ്മൾ കാത് കുത്തിയതിനെ സന്തോഷത്തിന് അപ്പച്ചി കൊടുക്കുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ട് ഇവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പായസമൊക്കെ ഉണ്ടാക്കിപ്പിച്ച് ഓനെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കല്ലോ കേട്ടോ. പായസമൊക്കെ ഉണ്ടാക്കുകയൊക്കെ വേണ്ടതാണ്. പക്ഷേ ഇവരിന്ന് തിരിച്ചു പോകുന്നതുകൊണ്ട് എന്താ പറയുക, അതൊന്നും കഴിഞ്ഞില്ല. നമ്മൾ ഹേസുവിൻ്റെയും കാതുകുത്ത് ഇവിടെ നിന്ന് തന്നെയായിരുന്നു, ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് അന്ന് പായസം ഉണ്ടാക്കി എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൻ്റെ വ്ളോഗ് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഇവരിതാ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇനിയിപ്പം അടുത്ത് നമ്മൾ കാണുമ്പം നിങ്ങളറിയല്ലോ, നമ്മളെന്തായാലും വീഡിയോസൊക്കെ ഇടല്ലോ. അപ്പോൾ ഇനി അവർ പോയി വരട്ടെ, അവരുടെ ഒരു ഹാപ്പി ജേണിയൊക്കെ പറഞ്ഞ് സൂക്ഷിച്ച് ഓട്ടിക്കാം. പിന്നെ ഫുള്ള് ക്ലാസ്സാണ് ഇവിടെ കേട്ടോ. ഇതിപ്പോൾ എന്താ പറയുക, ഇത് ഓന് കാതുത്തിയൻ്റെ വക അമ്മ. അതായത് ഓൻ പറയാം അതെന്താ ഓന് കാതുത്തിയന് മാത്രമേ എനിക്ക് കാതുത്തിയനില്ലേന്ന് വെച്ചപ്പോൾ അമ്മ വേഗം ഓന് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ബൈ ഗൈസ്, ദാ ഒരുത്തൻ എന്താ സങ്കടത്തിൽ യാത്ര ചോദിച്ച് നിൽക്കുകയാണ്. ഇനി കുറേ കഴിയുമ്പോൾ ആയിരിക്കും നമ്മളിനിങ്ങനെ കാണുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന്, അതായത് പിന്നെ വെക്കേറ്റ് ചെയ്ത് പോകുന്നതിന് മുമ്പേ ഒരു ദിവസം കൂടെ വായോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് ഇനി മോനെയും കൊണ്ടൊക്കെ വരാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ നമ്മുടെ കിച്ചുവിനെയും കാശീനെയും കിടത്തി നമ്മൾ കുറച്ച് ഫോട്ടോസ് വീട്ടിൽ നിന്ന് എടുത്തായിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ എല്ലാ ഫോട്ടോസും ഞാൻ ഇതിലിട്ടുണ്ട് കേട്ടോ. നല്ലതാണോ അല്ലെങ്കിൽ കണ്ണടച്ചണോ ചിരിച്ചണോ കരഞ്ഞണോ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. എല്ലാ ഫോട്ടോസും ഇതെല്ലാം ഓർമ്മകളാണല്ലോ. അപ്പം എവിടെയെങ്കിലും റെക്കോർഡായി ഇവിടെ കിടക്കട്ടെ. അതുകൊണ്ട് എല്ലാ ഫോട്ടോസും ഞാൻ ഇതിലെടുത്തിട്ടിട്ടുണ്ട്. രണ്ടുപേരും ഒരേ ഡ്രസ്സ് ഇട്ടിട്ട്. ഇവർ തമ്മിൽ 2.5-3 മാസത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇവർക്കിനി ഫ്യൂച്ചറിൽ ആലോചിക്കാമല്ലോ, കാണാമല്ലോ, ഇതൊക്കെ കാണാം. നമുക്കൊന്നും ഇങ്ങനെ ഒരു പിക്സോ അല്ലെങ്കിൽ എൻ്റെയൊക്കെ വളരെ റയർ ആയിട്ടുള്ള 1-2 പിക്സുള്ളൂ. അതും ക്ലാരിറ്റി ഇല്ലാത്ത 2-3 പിക്സാണ് എനിക്ക് ആകെയുള്ളൂ കേട്ടോ. പക്ഷേ ഇവർക്കൊക്കെ എന്ന് വെച്ചാൽ ഇവരുടെ ലൈഫിൽ ഓരോ മൊമെൻറ്റ്സ് ഇവർ സംസാരിച്ചത് കേൾക്കാം. അതുപോലെ നമ്മളുടെ കൂടെയുള്ള ഓരോ മൊമെൻറ്റ്സും എല്ലാം ഇങ്ങനെ റെക്കോർഡഡ് ആണല്ലേ. സോ അതൊരു ഭാഗ്യമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാവരും ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടാവും അല്ലേ. നമ്മുടെ മക്കളുടെ ഓരോ മൊമെൻറ്റ്സും ചോറൂണ്, നൂലുകെട്ട് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും എന്തിന് അവർ ഡെയിലി ചെയ്ത് അവരുടെ വർത്തമാനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നില്ലേ. അപ്പം അതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. ഇവരുടെ ഈ ജനറേഷനിലെ കുട്ടികളുടെ ഭാഗ്യമാണിത്. നമുക്കൊന്നും കിട്ടാതെ പോയത് അവർക്കെങ്കിലും കിട്ടട്ടെ അല്ലേ. അപ്പോൾ ഞാൻ ഇന്നെടുത്ത കുറച്ച് പിക്സൊക്കെ ഞാൻ ഇതിൻ്റെ ലാസ്റ്റിലേക്ക് ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അവർ വന്ന് പെട്ടെന്ന് പോയ പോലെ കേട്ടോ. ഒരു 1-2 ദിവസമല്ലേ ആകെ നിന്നുള്ളൂ. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഈ നൂലുകെട്ടിൻ്റെ തിരക്കും അതിൻ്റെ ടെൻഷനും അങ്ങനെ ഓട്ടപ്പാച്ചിലായി പോയി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ തുമ്പമ്മയുടെ കൈക്ക് എങ്ങനെയുണ്ട്, അവൾ ഓക്കെ ആയോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി അവൾക്ക് ആ കെട്ട് കെട്ടിയപ്പം വലിയ കൈക്ക് എന്തോ പറ്റിയെന്നൊരു ധാരണയായി പോയി കുട്ടിക്ക്. അതുകൊണ്ട് അവൾ ആ കൈ അനക്കാതെയും അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചു. അവൾക്ക് നല്ല വേദന ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്കും അറിയാം. പക്ഷേ അതങ്ങനെ വെച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നു. പക്ഷേ ആ കെട്ട് നമ്മൾ അഴിച്ച്
ഓൺ ദ സ്പോട്ട് എൻ്റെ കയ്യിൻ്റെ മാറിയെന്ന് പറഞ്ഞിട്ട് കൈ ആട്ടിയതുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. സോ അവൾ ഓക്കെ ആണ് കേട്ടോ. അന്നത്തെ ദിവസം ഞങ്ങൾ നന്നായി പേടിപ്പിച്ചു എന്നുള്ളതൊഴിച്ച് ബാക്കി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലെത്തി ഞങ്ങൾ അടുത്ത ദിവസം, അതായത് ഇവർ പോയി നെക്സ്റ്റ് ഡേ നമ്മൾ കയ്യിലെ കെട്ടൊന്ന് അഴിച്ച് നോക്കിയപ്പം അവൾ ഓക്കെ ആയിരുന്നു. അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണത്. കാരണം വെച്ചാൽ ഈ ഓഡിറ്റോറിയത്തിലെ ബാത്റൂമിലേക്ക് കയറുന്ന ആ ഒരു ഡോർ ഉണ്ടല്ലോ, ഡോർ വന്ന് അടഞ്ഞതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പെട്ടുപോയി എന്നാണ്. അല്ലെങ്കിൽ പക്ഷേ നമ്മൾ ഗുരുക്കളെടുത്ത് പോയപ്പം അവർ പറഞ്ഞത്, കൈ കെട്ടിക്കാൻ വേണ്ടി പോയ സമയത്ത് അവർ പറഞ്ഞത് കൈ ഇങ്ങനെ പിടിച്ച് വലിച്ച സമയത്ത് ഒന്ന് വലിഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. സോ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. കുറേ കുട്ടികൾ കൂടി ഓടി കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് പറ്റിയതെന്നൊന്നും അറിഞ്ഞൂടാ എന്തായാലും. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കെട്ടഴിച്ചപ്പോൾ ആൾ ഓക്കെ ആയിരുന്നു. എനിക്കൊന്ന് തുമ്പി പേടിച്ച് പോയതാണെന്ന്, അതായത് കൈക്കെന്തോ പറ്റിയിട്ടുണ്ട്, അവർക്കെന്തോ വയ്യ എന്നൊക്കെ ഒരു പേടിയാണെന്ന് തോന്നുന്നു. അല്ലാത്ത വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. കെട്ടഴിച്ച പാടും കുട്ടി ഓക്കെ ആയിപ്പോൾ. പിന്നെ നമ്മുടെ ഗിവ് അവേൻ്റെ കാര്യം ആരും മറക്കണ്ട. ഈ സൺഡേ ഞാൻ ഗിവ് അവേ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും. 5 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വീഡിയോ, അതായത് ഗിവ് അവേൻ്റെ വീഡിയോയുടെ താഴെ പോയി കമൻറ്റ് ചെയ്തോളൂ. കമൻറ്റിൽ നിന്നാണ് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. ഗിഫ്റ്റ് എന്താണ് എന്നുള്ളത് ഞാൻ ഇനി അത് അനൗൺസ് ചെയ്യുന്നത്, അതായത് വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യുന്ന ആ വീഡിയോയിൽ റിവീൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല, നമ്മൾ ഓണം റിലേറ്റഡ് ആയിട്ട് ഒരു ഗിവ് അവേയും കൂടെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഒരു ഓണം ഹാമ്പർ തരാമെന്നുള്ളൊരു പ്ലാൻ. അതിലെന്താ ഉള്ളത് എന്നുള്ളത് നമുക്ക് സർപ്രൈസാണ്. നമുക്ക് സർപ്രൈസാണ് വെച്ചാൽ നിങ്ങൾക്ക് സർപ്രൈസാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗിവ് അവേയും കൂടെ ഞാൻ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് എല്ലാവർക്കും അയച്ചു കൊടുക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ടാണ് ആക്ച്വലി എനിക്ക് വീണ്ടും വീഡിയോസ് ഇടാനും, അതുപോലെ എന്താ പറയുക, നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫാമിലി ഉണ്ടെന്നൊരു ഫീലില്ലേ. ലൈക്ക് നമ്മളെ നേരിട്ട് കണ്ടിട്ട് പോലും ഇല്ലാത്ത പലരുടെയും സ്നേഹം നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസം. അതൊക്കെ ഇന്നത്തെ ദിവസം എന്തായാലും നല്ല അടിപൊളി ദിവസമായിരുന്നു. വേറെ ഒന്നല്ല, എല്ലാവരും കൂടെ എന്താ പറയുക എൻജോയ് ചെയ്ത് മോൻ്റെ കാതുകുത്തും കഴിഞ്ഞു. അതിൻ്റെ കൂടെ വലിയ മോൻ്റെ കാതുകുത്തും കഴിഞ്ഞു. പക്ഷെ അവർ പോയി, അതൊരു സങ്കടമായിപ്പോയി. കാരണം ഒരു ദിവസം കൂടെ നിന്നിട്ട് പോകാൻ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ അല്ലേ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അമ്മയും പോവും. ഇപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈശ്വരാ, ആലോചിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.